ഒരു വാർത്ത കേട്ട് സീരിയസ്ലി എൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയി. പ്രസവിച്ച ഉടനെ നവജാത ശിശുവിനെ ശുചിമുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ അമ്മ. ആശുപത്രി ശുചിമുറിയിൽ പ്രസവിച്ച 19-കാരിയാണ് കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇതിനെ വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഫെമിനിറ്റി, ഒരു സ്യൂഡോ ഫെമിനിറ്റി. നിങ്ങന്മാരൊന്നും പഴയണക്കല്ല. എന്ത് ഫെമിനിസം? ശ്രീലക്ഷ്മി അറപ്പ് അവൾ FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. 19 വയസ്സ് പ്രായമായ പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, വലിച്ചെറിഞ്ഞു. വാ, എത്ര സിമ്പിളായിട്ടാണ് അവൾ എഴുതി വെച്ചേക്കുന്നത്. നിനക്ക് എങ്ങനെയാ മൈനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അതിനെ കൊടും പാപമായി ചിത്രീകരിക്കുന്ന മീഡിയ. നിനക്കിത് കൊടും പാപമല്ലേ? ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണോ? അത് നീ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതിന്റെ അടിയിൽ വരുന്ന കമന്റ് അതിലും ഭീകരം. കേരളം ഈ അടുത്ത കാലത്തൊന്നും നന്നാവാൻ പോകുന്നില്ല. എങ്ങനെ സാധിക്കും നിനക്ക്? എനിക്ക് നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പനിതെങ്ങനെ സാധിച്ചെടുത്തടാ മനസ്സിലാവുന്നില്ല. എവളെ പോലെ ഒരു അപരാധിയെ അത് ശരിയാ. സീരിയസ്, നീ റീച്ച് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എങ്ങനെ സാധിക്കും നിനക്ക്? നീ ഒരു സ്ത്രീയാണോ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഒരു സ്ത്രീയും ഇതിനെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ആദ്യം നീ സ്വയം നന്നാവ്, എന്നിട്ട് നീ കേരളത്തിലുള്ള ജനങ്ങളെ നന്നാക്കാൻ നടക്കുക. എന്റെ ഡാഡി കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങളുടെ പട്ടിക എടുത്ത് അതിനകത്ത് ടോപ്പ് 5 നിന്റെ പേരുണ്ടാവും. ഈ പോസ്റ്റിന്റെ അടി വന്ന മറ്റൊരു കമന്റ് ഞാൻ വായിക്കാം. എങ്കിൽ പിന്നെ നിന്റെ തന്ത നിന്നെയും നിന്റെ തള്ളയും കളഞ്ഞിട്ട് പോയത് നിനക്ക് കൊടും പാപമല്ലാതെ കണ്ടുകൂടെ? അത് അവർക്ക് പറ്റത്തില്ല. എവിടെ അച്ഛൻ ഇവളെ കളഞ്ഞിട്ട് പോയതാ, അത് കൊടും പാപം. ഇത് അവർക്ക് കൊടും പാപമല്ല. കളഞ്ഞിട്ട് പോയെന്ന് പറയാൻ തന്തയെ അപരാധിച്ച് നടക്കുന്നവളാണ് ഇവള്. തന്തയ്ക്ക് വിളി കേട്ടാൽ തന്നെയും അവളത് വെൽക്കം ചെയ്യും. തന്തയ്ക്ക് വിളി കേൾക്കുന്നത് തന്നെ. കാര്യം എന്നെയല്ലല്ലോ, തന്തയല്ലേ വിളിക്കുന്ന, വിളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള ഒരു അപരാധി മോൾ. സ്വന്തം തന്തയെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് നീ ചുടലപ്പറമ്പിൽ കുത്തിയിരുന്ന് ആഘോഷിക്കും അല്ലടാ.